കുട്ടികളെ, വീണ്ടും വന്നിട്ടുണ്ട് കഥയായിട്ട്. നമുക്കിന്ന് മഞ്ചാടിക്കുന്നിലെ പഞ്ചവർണ്ണ കിളികൾ എന്ന ബുക്കിലെ MV ചന്ദ്രൻ സാർ എഴുതിയ പുള്ളിക്കൂറയും കുഞ്ഞുങ്ങളും എന്ന കഥ പറഞ്ഞാലോ? വായോ. ഉണ്ണിക്കുട്ടന്റെ പുസ്തകപ്പെട്ടിക്കകത്താണ് പുള്ളിക്കൂറയും കുഞ്ഞുങ്ങളും താമസിക്കുന്നത്. ആരാ താമസിക്കുന്നേ? പുള്ളിക്കൂറയും കുഞ്ഞുങ്ങളും. ഒരു പഴയ മരപ്പെട്ടിയാണ് ഉണ്ണിക്കുട്ടന്റെ പുസ്തകപ്പെട്ടി. ഉണ്ണിക്കുട്ടൻ വല്ലപ്പോഴുമേ പെട്ടിക്കകത്തു നിന്ന് പുസ്തകങ്ങൾ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് പുള്ളിക്കൂറയ്ക്കും കുഞ്ഞുങ്ങൾക്കും പെട്ടിക്കകത്ത് പരമസുഖം. കടലാസും മറ്റും ഇഷ്ടം പോലെ ചാപ്പിടാം. പുസ്തകങ്ങൾക്കിടയിലൂടെ കുശാലായി നല്ല ഉല്ലാസയാത്ര നടത്താം. ആരും ചോദിക്കാനില്ല, എതിർക്കാനുമില്ല. പിന്നെ എന്തിന് ഭയപ്പെടണം, അല്ലേ കൂട്ടുകാരെ? അങ്ങനെ ഒരു ദിവസം രാത്രി ഉണ്ണിക്കുട്ടൻ എന്തോ ആവശ്യത്തിനായി പുസ്തകപ്പെട്ടിക്കടുത്ത് വന്നു. എന്തോ അനക്കം കേൾക്കുന്നുണ്ടല്ലോ. അനക്കം കേട്ട പുള്ളിക്കൂറ പെട്ടെന്ന് പെട്ടിക്കുള്ളിലേക്ക് മറഞ്ഞു. ഉണ്ണിക്കുട്ടൻ ചിരിച്ചു. എടാ കൂറേ, നിന്നെ എനിക്ക് ഒരിക്കൽ കിട്ടും ട്ടോ. പുള്ളിക്കൂറ ഉണ്ണിക്കുട്ടന്റെ ഭീഷണി കേൾക്കാൻ പുറത്തു വന്നില്ല. പേടിത്തൊണ്ടർ. തന്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത് ചേർന്നിരുന്ന് പതുക്കെ പറഞ്ഞു, മക്കളെ, അമ്മ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അപ്പോ പുള്ളിക്കൂറയുടെ മക്കള് ചോദിച്ചു, എന്താണമ്മേ സംഭവം? പുള്ളിക്കൂറയുടെ 6 കുഞ്ഞുങ്ങളും അമ്മയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. മക്കളെ, നമ്മൾ താമസിക്കുന്ന ഈ പാർപ്പിടം തീരെ സുരക്ഷിതമല്ല. എത്രയും വേഗം നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. എന്തിനാ അമ്മ ഇത്ര ധൃതി? പുള്ളിക്കൂറയുടെ മൂത്ത കുഞ്ഞ് ചോദിച്ചു. ചോദിച്ച കുഞ്ഞിനെ സ്നേഹത്തോടെ ചുംബിച്ചുകൊണ്ട് പുള്ളിക്കൂറ പറഞ്ഞു, മക്കളെ, നിങ്ങൾ ആരും അമ്മയില്ലാത്ത നേരത്ത് പുറത്തിറങ്ങരുത് കേട്ടോ. ഈ പാർപ്പിടത്തിന്റെ ഉടമസ്ഥനുണ്ടല്ലോ, ആ കൊച്ചു കള്ളൻ, നേരത്തെ അമ്മയെ നോക്കി ചിരിച്ചു, എന്നിട്ട് പേടിപ്പിക്കുകയും ചെയ്തു. പുള്ളിക്കൂറയുടെ മക്കൾ പറഞ്ഞു, അമ്മേ, നമുക്ക് നാളെ പുലർച്ചെ ഇവിടെ നിന്ന് സ്ഥലം വിടണം. കിട്ടാവുന്ന അത്ര തീറ്റയും കൊണ്ടുപോകണം. പാവം കുഞ്ഞിക്കൂറ അല്ലേ? അമ്മയ്ക്ക് സന്തോഷമായി. ശരിയാണ്, അത് തന്നെയാണ് നാം ഉടനെ ചെയ്യേണ്ടത്. അമ്മയും കുഞ്ഞുങ്ങളും ഉണ്ണിക്കുട്ടന്റെ പുസ്തകങ്ങൾക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. കടലാസുകൾ ചറപറാ കടിച്ചു കീറി. എല്ലാവരുടെയും വയറ് നിറഞ്ഞപ്പോൾ പുള്ളിക്കൂറ പറഞ്ഞു, മക്കളെ, മതി മതി, വാ. നാളെ കൊണ്ടുപോകാനുള്ള തീറ്റ പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾ തലയാട്ടി. പിറ്റേന്നു നേരം പുലർന്നപ്പോൾ പുള്ളിക്കൂറയും കുഞ്ഞുങ്ങളും ഉണ്ണിക്കുട്ടന്റെ പുസ്തകപ്പെട്ടിയിൽ നിന്നും പുറത്തിറങ്ങാനുള്ള ഒരുക്കം തുടങ്ങി. അമ്മേ, വിശക്കുന്നു അമ്മേ, പുള്ളിക്കൂറയുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞു. ദാ ആ തീറ്റ കണ്ടില്ലേ നിങ്ങൾ? പുള്ളിക്കൂറ ചോദിച്ചു. അമ്മയുടെ ചോദ്യം കേട്ട ഉടനെ കുഞ്ഞുങ്ങളെല്ലാം ധൃതിപ്പെട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഉണ്ണിക്കുട്ടന്റെ മിക്ക പുസ്തകങ്ങളും അവരുടെ തീറ്റ സാധനങ്ങളായി മാറി. തീറ്റ പൂർത്തിയാക്കി വയറു നിറഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ പുള്ളിക്കൂറയെ നോക്കി. അമ്മേ, വയറു നിറഞ്ഞു പൊട്ടാറായി, ഇനി അല്പം കഴിഞ്ഞു പുറപ്പെടാം. പുള്ളിക്കൂറ എതിർപ്പൊന്നും പറഞ്ഞില്ല. മക്കളല്ലേ പറഞ്ഞത്. പുള്ളിക്കൂറ അതനുസരിച്ചു. കുഞ്ഞുങ്ങൾ ഉണ്ണിക്കുട്ടന്റെ പുസ്തകക്കെട്ടിനടുത്ത് മയങ്ങി വീണു. മ്യാവ് മ്യാവ്. പെട്ടെന്നാണ് അടുക്കളയിൽ നിന്നും നമ്മളെ കറമ്പം പൂച്ച ഓടി വന്നത്. മയങ്ങിക്കിടുന്ന കുഞ്ഞുങ്ങളെ മുഴുവൻ ആ പൂച്ച കറുമുറ കടിച്ചു തീർന്നു. പാവം പുള്ളിക്കൂറ പ്രാണനും കൊണ്ട് തെക്കേ മുറിയിലെ ഇരുട്ടുമൂലയിലേക്ക് പാഞ്ഞു. അമ്മേ, നമ്മുടെ കറുമ്പം പൂച്ച ദാ ഇവിടെ. ഉണ്ണിക്കുട്ടൻ പുസ്തകപ്പെട്ടിക്കടുത്തെത്തിയപ്പോൾ പൂച്ച അടുക്കളയിലേക്ക് ഓടി. കൂട്ടുകാരെ, കഥ ഇഷ്ടായോ? ഇനി നിങ്ങളും ഇതുപോലെ പുസ്തകം പുള്ളിക്കൂറക്ക് കൊടുക്കോ?